ഈ ബലിപീഠം ഉണ്ടല്ലോ, ഇത് ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമാണ്. ഇത് ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമാണ്. കാർമൽ മലയുടെ മുകളിൽ കണ്ട ബലിപീഠത്തിൻ്റെ ചുവട്ടിലൂടെ ഒഴുകിയ ജലവും ആ വിത്തും അത് നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമായി മാറുന്നത് നമ്മുടെ ദേവാലയങ്ങളിലെ പുരോഹിതൻ ചേർന്ന് നിന്ന് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ബലിപീഠമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഓരോ ബലിയിലൂടെയും നമുക്ക് വന്നെത്തുന്നത് ജീവനും വിശുദ്ധീകരണവുമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഓരോ പുതുജന്മം നമുക്ക് നൽകും. നമ്മൾ പുതിയതാകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അത് അനുദിനം ബലിയർപ്പിക്കാൻ വരുന്നവർക്കുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ പുതിയ സ്നേഹം നിന്നെ പുതു സൃഷ്ടിയാക്കുന്നു, പുതുജീവൻ നിന്നിലേക്ക് നൽകുന്നു. ഓരോ ദിവസവും ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടം, കേന്ദ്രബിന്ദു, പാരമ്യം. ദിവ്യകാരുണ്യത്തിലൂടെയാണ് മറ്റു കൂദാശകളിലൂടെ ലഭിക്കുന്ന എല്ലാ കൃപകളും കൃപയ്ക്കുമേൽ കൃപയായി വന്ന് നിറയുന്നതും ആ കൃപകൾ നവീകരിക്കപ്പെടുന്നതും ദിവ്യകാരുണ്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉത്തരമാണിത്. എല്ലാ കൃപകളുടെയും ഉറവിടം, എല്ലാ കൃപകളും വീണ്ടും നവീകരിക്കപ്പെടുന്നതും വീണ്ടും കൃപയ്ക്കുമേൽ കൃപയായി വരുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ആദ്യത്തെ ഉത്തരം, യേശു സത്യമായും സത്താപരമായിട്ടും വസിക്കുന്ന കൂദാശ പരിശുദ്ധ കുർബാനയാണ്. ബാക്കി കൂദാശകളിലൂടെ കൃപ ലഭിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിലൂടെ കൃപ നൽകുന്ന ക്രിസ്തുവിനെ ലഭിക്കുന്നു. പലരും ഈ ദിവ്യബലി അർപ്പണത്തിന് പോലും കൊന്തയും ചൊല്ലി നിൽക്കുന്നവരുണ്ട്. ദിവ്യബലി അർപ്പണത്തിൻ്റെ സമയത്ത് കൊന്തയില്ലേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ചിലർ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ കയ്യിൽ കൊന്തയും ചുറ്റി വെച്ചിട്ടാണ് വരുന്നത്. കയ്യിൽ എവിടെ കുർബാന വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എവിടെ വെച്ച് കൊടുക്കണമെന്ന് അച്ഛന്മാർക്ക് കൺഫ്യൂഷനാവും. ഒരു കയ്യിൽ കൈലേസ്, ഒരു കയ്യിൽ കൊന്ത ചുറ്റി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ നിന്ന് തട്ടിക്കളിക്കും, ഇതിൽ വെക്കണോ എന്നുള്ളൊരു തട്ടിക്കളിയുണ്ട്. ഈ കൊന്തയൊക്കെ മാറ്റി വെച്ചിട്ട് വരണം. നല്ല തുറന്ന കൈകളോടെ വന്ന് വേണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. വേറെ അലങ്കാരപ്പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കയ്യിൽ ഈ കൊന്തയും ചുറ്റിയുള്ള അലങ്കാരപ്പണിയോടുകൂടെ ഒന്നും വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കരുത്. തുറന്ന കൈകളോടെ, കയ്യിലൊന്നും വേണ്ട. ആ ഹാങ്കർ ചീഫൊക്കെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് സ്വതന്ത്രമായ കരങ്ങളോടുകൂടെ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ഈ കൊന്തയിലും ഇതിലുമൊക്കെ ഈ ദിവ്യകാരുണ്യം എടുത്ത് വെച്ച് തരുമ്പോൾ അത് ആ കൈലേസിൽ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കൊന്തയിൽ തട്ടി അത് പൊടിഞ്ഞ് നിങ്ങളുടെ കൈവെള്ളയിലാവും. അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ ആ വലിയ തിരുവോസ്തി കഷ്ണം സ്വീകരിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ കൊന്തയിൽ തട്ടി പൊടിഞ്ഞത് അവിടെ തന്നെ കൈപ്പത്തിയിൽ ഉണ്ടാകും. അത് ഉടുപ്പിൽ തൂത്ത് അവിടെ തൂത്ത് കളഞ്ഞിട്ട് പോകും. അപ്പോൾ ശ്രദ്ധയോടുകൂടെ വേണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. എവിടെയൊക്കെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ അവിടെ എല്ലാം ദൈവം ചേർത്ത് വെക്കുന്ന മറ്റൊരു ഫിഗറാണ് പൗരോഹിത്യം. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം എവിടെല്ലാം നമ്മൾ കാണുന്നുണ്ടോ അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതന് നീ എന്തുമാത്രം വില കൽപ്പിക്കണമെന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയം ഒന്ന് മനനം ചെയ്തെടുക്കേണ്ടുന്ന കാര്യമാണ്. അത് പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ ഈ പുരോഹിതന് കൊടുക്കേണ്ടുന്ന ബഹുമതി, പുരോഹിതന് കൊടുക്കേണ്ടുന്ന പരിഗണന എന്താണെന്നൊന്നും പറയുന്നില്ല. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നീ ഒന്ന് മനസ്സിലാക്കണം. ഹീ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്. അവനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷകൻ. ഒരു പുരോഹിതൻ പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരനാണ്. അവനാണ് കാവൽക്കാരൻ. ഒരു വൈദികനുള്ളിടത്ത് മാത്രമേ സക്രാരി സ്ഥാപിക്കാൻ പറ്റുള്ളൂ. വൈദികൻ്റെ സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ നിത്യാരാധന ചാപ്പലുകൾ പോലും ഉണ്ടാകൂ. വൈദികരില്ലാത്തിടത്ത് നിത്യാരാധന ചാപ്പലൊന്നും നമുക്ക് അനുവദനീയമല്ല. ഒരു വൈദികൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അവൻ പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരനാണ്. ഓരോ പുരോഹിതനെയും കാണുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം ഇതാണ്: അവനൊരു കാവൽക്കാരനാണ്. ആരുടെയാ? നിങ്ങളുടെയല്ല, നിങ്ങളുടെയുമാണ്. അതിനുമപ്പുറം അവൻ ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാരനാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാരനാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ
അവൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞാൽ അവന് കാവൽ നിൽക്കുന്നത് അതിൻ്റെ അകത്തിരിക്കുന്നവനാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ലൂമൻ ജൻസിയും അഥവാ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ സഭ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദിവ്യകാരുണ്യം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. രണ്ടാമതായിട്ട് ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖ പറയുന്ന രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടമാണ്. എല്ലാവരും ചേർന്ന് പറയുന്നു, പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടമാണ്. മൂന്നാമതായിട്ട് പറയുക ഇപ്രകാരമാണ്, പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാരമ്യമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ പാരമ്യമാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ സഭ പഠിപ്പിക്കുന്നത് ലൂമൻ ജൻസിയും അഥവാ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിലൂടെയാണ്. ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടം, ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാരമ്യം. എന്താണ് ഈ കേന്ദ്രബിന്ദു എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? ഒരു വൃത്തം വരയ്ക്കണമെങ്കിൽ അതിന് ഒരു കേന്ദ്രബിന്ദു വേണം. ഇതുപോലെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാനം. കേന്ദ്രബിന്ദുവിലൂന്നി ഒരു വൃത്തം വരയ്ക്കുന്നത് പോലെയാണ് ദിവ്യകാരുണ്യത്തിന് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. ദിവ്യകാരുണ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമായിരിക്കണം ഓരോ ക്രൈസ്തവനും നയിക്കേണ്ടുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നതായാലും മറ്റ് വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നതായാലും ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്, ദിവ്യകാരുണ്യത്തിലേക്ക് അടുക്കുക. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തിരുനാൾ ദിവ്യബലി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു തിരുക്രമം കൂടെയുണ്ട്. എന്താണ്? ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തും. ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി ദിവ്യകാരുണ്യ ആശീർവാദത്തോടു കൂടിയാണ് നമ്മളുടെ തിരുനാളുകൾ അവസാനിക്കുന്നത്. 5 or 10 ദിവസം നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ അവസാന ദിവസം ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം നമ്മൾ ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തും, ദിവ്യകാരുണ്യ ആശീർവാദം നടത്തും. അത് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൊരുളെന്ന് പറയുന്നത്, ഈ 5-10 ദിവസം തിരുനാൾ ദിവ്യകാരുണ്യത്തോട് അടുക്കുവാൻ വേണ്ടിയാണ്. ദിവ്യകാരുണ്യത്തോട് അടുക്കാനാണ് നമ്മൾ തിരുനാളുകൾ. വിശുദ്ധൻ്റെ തിരുനാളുകളായാലും മാതാവിൻ്റെ തിരുനാളുകളായാലും ഏത് തിരുനാളുകളുടെയും ലക്ഷ്യം ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുനാൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിട്ട് നമ്മൾക്ക് ഈശോയുടെ സന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ സാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യത്തെ ചുറ്റിപ്പറ്റി ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ഒരുപാട് ഭക്താനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. കൊന്ത ചൊല്ലുന്നുണ്ട്, കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട്, 3 മണിക്ക് ഉറക്കം ഒഴിച്ചിരുന്ന് നമ്മൾ കരുണക്കൊന്ത ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നമ്മെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ എല്ലാം കാട്ടിക്കൂട്ടലാണ്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് അടുക്കണം. ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെയും നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ടുന്നത് ഈ പരിശുദ്ധ കുർബാനയിലേക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കേന്ദ്ര ബിന്ദുവായിട്ട് ഏറ്റവും വലിയ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ, എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ദിവ്യകാരുണ്യ ഭക്തി. ദിവ്യകാരുണ്യ ഭക്തിയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭക്തിയായിട്ട് നിലകൊള്ളേണ്ടത്. അത് കഴിഞ്ഞേ ഉള്ളൂ മാതാവും മറ്റു വിശുദ്ധരും ഒക്കെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം കൊടുക്കേണ്ടുന്നത്, ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടുന്ന ഭക്തി പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ്. അത് കഴിഞ്ഞിട്ടേ മാതാവിനും മറ്റു വിശുദ്ധർക്കുമൊക്കെ സ്ഥാനമുള്ളൂ. ദിവ്യകാരുണ്യമാണ് കേന്ദ്രബിന്ദു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. ചിലർ ചിന്തിക്കും, എന്താ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൊന്തയൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. കൊന്തയൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുർബാനയ്ക്ക് പോകത്തില്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കത്തില്ല, കൊന്തയൊല്ലും. കാട്ടിക്കൂട്ടലേ ആകത്തുള്ളൂ. ഈ കൊന്ത ചൊല്ലി നീ എത്തിച്ചേരേണ്ടുന്നിടം
പരിശുദ്ധ കുർബാനയാണ്. കൊന്ത ചൊല്ലി ദിവ്യകാരുണ്യത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഈ കൊന്ത ചൊല്ലിയതുകൊണ്ട് ഗുണമൊന്നുമില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നൊവേനയ്ക്ക് പോകുന്നവരുണ്ട്, നൊവേന പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരുണ്ട്. നൊവേന കഴിഞ്ഞങ്ങ് ഇറങ്ങിപ്പോകരുത്. നൊവേന കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദം ഉണ്ടാകുന്നത്, ബലിയർപ്പണം ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ ഇവിടെ നമ്മുടെ ഈ രൂപതയിലൊന്നും അങ്ങനത്തെ പ്രവണതയില്ല. ചില രൂപതകളിലോട്ടൊക്കെ പോകുമ്പോൾ നൊവേനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പലരും വന്ന് നൊവേനയിൽ കൂടിയിട്ടങ്ങ് പോകും. ബലിയർപ്പണമില്ല, ദിവ്യകാരുണ്യ ആരാധനയില്ല. നൊവേനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ നൊവേനയും നമ്മെ നയിക്കേണ്ടുന്നത് ഈ പരിശുദ്ധ കുർബാനയിലേക്കാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ക്രൈസ്തവ സഭയിലെ എല്ലാ ആത്മീയ അനുഷ്ഠാനങ്ങളും നമുക്ക് ഒരു വഴി തെളിച്ച് തരലാണ്. നൊവേനയായാലും കുരിശിൻ്റെ വഴിയായാലും മറ്റ് ഭക്താനുഷ്ഠാനങ്ങളായാലും ഇതെല്ലാം ഒരു വഴി തെളിച്ചു തരികയാണ്. എന്തിലേക്കുള്ള വഴിയാണ്, ഏതിലേക്കുള്ള വഴിയാണെന്ന് ചോദിച്ചാൽ ദിവ്യകാരുണ്യത്തിലേക്കുള്ള വഴി. ഈ ദിവ്യകാരുണ്യത്തിലേക്കുള്ള വഴി തെളിക്കാത്ത ഏതെങ്കിലും ഭക്താനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചേക്കണം, അതിലേക്ക് പോകരുത്. ദിവ്യകാരുണ്യത്തിലേക്ക് വിരൽ ചൂണ്ടാത്ത, ദിവ്യകാരുണ്യത്തിലേക്ക് ആനയിക്കാത്ത ഒരു ഭക്താനുഷ്ഠാനവും കത്തോലിക്കാ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമെന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം പരിശുദ്ധ കുർബാനയ്ക്ക് കത്തോലിക്കാ സഭയിൽ ഏറ്റവും വലിയ പ്രാധാന്യം കത്തോലിക്കാ സഭയിൽ ദിവ്യകാരുണ്യത്തിനാണ്. അതുകൊണ്ടൊരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തിയായിരിക്കണം. അത് കഴിഞ്ഞേ മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ ഉണ്ടാകൂ. ദിവ്യകാരുണ്യ ഭക്തിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പലരും ഈ ദിവ്യബലി അർപ്പണത്തിന് പോലും കൊന്തയും ചൊല്ലി നിൽക്കുന്നവരുണ്ട്. ദിവ്യബലി അർപ്പണത്തിൻ്റെ സമയത്ത് കൊന്തയില്ലേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ചിലർ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ കയ്യിൽ കൊന്തയും ചുറ്റി വെച്ചിട്ടാണ് വരുന്നത്. കയ്യിൽ എവിടെ കുർബാന വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എവിടെ വെച്ച് കൊടുക്കണമെന്ന് അച്ഛന്മാർക്ക് കൺഫ്യൂഷനാവും. ഒരു കയ്യിൽ കൈലേസ്, ഒരു കയ്യിൽ കൊന്ത ചുറ്റി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ നിന്ന് തട്ടിക്കളിക്കും, ഇതിൽ വെക്കണോ ഇതിൽ വെക്കണോ എന്നുള്ളൊരു തട്ടിക്കളിയുണ്ട്. ഈ കൊന്തയൊക്കെ മാറ്റി വെച്ചിട്ട് വരണം. നല്ല തുറന്ന കൈകളോടെ വന്ന് വേണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. വേറെ അലങ്കാരപ്പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കയ്യിൽ ഈ കൊന്തയും ചുറ്റിയുള്ള അലങ്കാരപ്പണിയോടുകൂടെ ഒന്നും വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കരുത്. തുറന്ന കൈകളോടെ, കയ്യിലൊന്നും വേണ്ട. ആ ഹാങ്കർ ചീഫൊക്കെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് സ്വതന്ത്രമായ കരങ്ങളോടുകൂടെ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ഈ കൊന്തയിലും ഇതിലുമൊക്കെ ഈ ദിവ്യകാരുണ്യം എടുത്ത് വെച്ച് തരുമ്പോൾ അത് ആ കൈലേസിൽ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കൊന്തയിൽ തട്ടി അത് പൊടിഞ്ഞ് നിങ്ങളുടെ കൈവെള്ളയിലാവും. അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ ആ വലിയ തിരുവോസ്തി കഷ്ണം സ്വീകരിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ കൊന്തയിൽ തട്ടി പൊടിഞ്ഞത് അവിടെ തന്നെ കൈപ്പത്തിയിൽ ഉണ്ടാകും. അത് ഉടുപ്പിൽ തൂത്ത് അവിടെ തൂത്ത് കളഞ്ഞിട്ട് പോകും. അപ്പോൾ ശ്രദ്ധയോടുകൂടെ വേണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലർ ഈ ദിവ്യകാരുണ്യ സമയത്ത് ഇന്ന് കൊന്തയല്ല, നല്ല അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഇന്ന് കൊന്ത ചൊല്ലുന്ന കാണാം. പണ്ട് കാലത്ത് മിഷണറിമാർ വന്ന് നമ്മളെയൊക്കെ മാമോദീസപ്പെടുത്തിയപ്പോൾ ലത്തീൻ കുർബാനയായിരുന്നു, ലാറ്റിൻ ഭാഷയിലെ കുർബാനയായിരുന്നു. പാവപ്പെട്ട അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ 1 മണിക്കൂർ നീളുന്ന അല്ലെങ്കിൽ അരമണിക്കൂർ നീളുന്ന ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ദിവ്യബലി അർപ്പണത്തിൽ അവർ ലത്തീൻ ഭാഷയിൽ കുർബാനയില്ലുമ്പോൾ ഈ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അവർ ഈ ജപമാല എടുത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് ഈ ദിവ്യബലിയിലിടയ്ക്ക് ഈ കയ്യിൽ ജപമാല വന്നു ചേർന്ന് അങ്ങനെയാണ്. ഇന്ന് നമുക്കറിയാവുന്ന ഭാഷയിലാണ് ബലിയർപ്പണം നടക്കുന്ന, മലയാളത്തിലാണ്. അതിൽ പൂർണ്ണമായും പങ്കുകൊള്ളണം. ജപമാലയൊന്നും കയ്യിൽ വെച്ചുകൊണ്ട് ബലിയർപ്പണം, നിങ്ങൾ വരുമ്പോൾ ജപമാല ചൊല്ലി വന്നു, വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ജപമാല ചൊല്ലുക. ബലിയർപ്പണം തുടങ്ങിക്കഴിയുമ്പോൾ ഈ സാധനമൊക്കെ പേഴ്സിലോട്ടോ പോക്കറ്റിലോട്ടോ മാറ്റിയിട്ട് സ്വതന്ത്രമായ കൈകൾ കൂപ്പിയും സ്വതന്ത്രമായ കരങ്ങളോടുകൂടെ നിൽക്കാനായിട്ട് പരിശ്രമിക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. മറ്റ് പ്രാർത്ഥനകൾ, കരുണക്കൊന്തയോ ജപമാലയോ ഒന്നും ചൊല്ലേണ്ടുന്ന സമയമല്ല ദിവ്യബലി അർപ്പണത്തിൻ്റെ സമയം. അതിൽ പൂർണ്ണമായിട്ടും പങ്കുകൊള്ളുക. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഉറവിടം ദിവ്യകാരുണ്യമാണ്. എന്താണ് ഉറവിടം? നമ്മൾ ചില നൊവേന സെൻ്ററുകളിൽ പോയി ഉപകാരസ്മരണ എഴുതിയിടും.
ചില പേപ്പറുകളിലൊക്കെ ഉപകാരസ്മരണ വരും. അന്തോണീസിനോട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം ലഭിച്ചു, അന്തോണീസിന് നന്ദി. കൊച്ചുത്രേസ്യയോട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം ലഭിച്ചു, കൊച്ചുത്രേസ്യയ്ക്ക് നന്ദി. കൊച്ചുത്രേസ്യ അനുഗ്രഹിച്ചു, നന്ദി പറയുന്നു. അന്തോണീസ് അനുഗ്രഹിച്ചു, നന്ദി പറയുന്നു. ഗീവർഗീസ് അനുഗ്രഹിച്ചു, നന്ദി പറയുന്നു. കൊച്ചുത്രേസ്യയെ അനുഗ്രഹിച്ചിട്ടില്ല, അന്തോണീസും അനുഗ്രഹിച്ചിട്ടില്ല, ഗീവർഗീസും അനുഗ്രഹിച്ചിട്ടില്ല. അനുഗ്രഹങ്ങൾ വന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നുമാണ്. ഉറവിടം പരിശുദ്ധ കുർബാനയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ അനുഗ്രഹം നിനക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം വന്നിട്ടുള്ളത് ദിവ്യകാരുണ്യമാകുന്ന ഉറവിടത്തിൽ നിന്ന് മാത്രമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പലർക്കും സ്വീകാര്യമാകത്തില്ല. ചിലർ പറയും, ഇല്ലച്ച ഞാൻ 9 ആഴ്ച നൊവേനയിൽ പങ്കുകൊള്ളാമെന്ന് നേർന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മകന് വിസ അടിച്ചു കിട്ടി. അന്തോണീസ് അനുഗ്രഹിച്ചതാണ്. അന്തോണീസ് അല്ല അനുഗ്രഹിച്ചത്. അന്തോണീസ് ഒരു ചാലായതേ ഉള്ളൂ. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവ് യേശുമിശിഹ നൽകുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെത്തുവാനായിട്ടുള്ള ഒരു ചാലാകുന്നതേ ഉള്ളൂ. അന്തോണീസും കൊച്ചുത്രേസ്യയും മറ്റു വിശുദ്ധരുമൊക്കെ. അനുഗ്രഹം വരുന്നത് കർത്താവായ യേശുവിൽ നിന്നാണ്, ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ, ഇനി ഏതൊക്കെ അനുഗ്രഹം കിട്ടാൻ പോകുന്നുണ്ടോ, അതൊക്കെയും നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നുമാണ്, യേശുവിൽ നിന്നുമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഉറവിടം പരിശുദ്ധ കുർബാനയാണ്. ഉറവിടം പരിശുദ്ധ കുർബാനയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചെന്നെത്തേണ്ടുന്ന ഇടം, പാരമ്യം, ദ ക്ലൈമാക്സ് ഓഫ് അവർ കാത്തലിക് ലൈഫ് എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിൽ എത്തിച്ചേരുക, പരിശുദ്ധ കുർബാനയിൽ എത്തിച്ചേരുക. നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളുടെ എല്ലാം ക്ലൈമാക്സ് ദിവ്യകാരുണ്യത്തിൽ എത്തിച്ചേരലാണ്. അതുകൊണ്ടാണ് ഈ തിരുനാളാഘോഷം കഴിയുമ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ദിവ്യകാരുണ്യ ആശീർവാദവും ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ പൊരുളതാണ്. നമ്മളെല്ലാവരും ഈ ദിവ്യകാരുണ്യത്തിൽ എത്തിച്ചേരാനുള്ളവരാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അഗസ്തീനോസിന് ഒരു അരുളപ്പാടുണ്ടായി. അഗസ്തീനോസ് സ്വർഗത്തിൽ നിന്നും കേട്ടൊരു സ്വരം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. അഗസ്തീനോസ്, സ്വർഗത്തിൽ നിന്നും ഞാനൊരു സ്വരം കേട്ടു, ഉഗ്രമായ സ്വരമായിരുന്നു അത്. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഉഗ്രമായ സ്വരമായിരുന്നു അത്. ആ സ്വരം ഇപ്രകാരമായിരുന്നു: നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യമുണ്ടല്ലോ, അത് നിന്റെ ശരീരത്തിൽ ഒരു ഭാഗമായി തീരുകയല്ല, മറിച്ച് നീ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി തീരുകയാണ് വേണ്ടത്. നമ്മൾ നാക്കുനീട്ടി സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗമായി മാറുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി മാറണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് പറയുന്നത്? നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കും. പലരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ചില ഗാനങ്ങൾ പോലും ചില ഗാനങ്ങളിലെ പോലും വരികൾ എന്താണ്? യേശു എന്നിൽ വന്ന് എന്നിൽ അലിഞ്ഞു ചേരുന്നു. യേശു ദിവ്യകാരുണ്യമായിട്ട് എന്നിൽ വന്ന് എന്നിൽ അലിഞ്ഞു ചേരേണ്ടതല്ല. ദിവ്യകാരുണ്യമായിട്ട് എന്നിലേക്ക് വരുന്ന യേശുവിൽ ഞാൻ അലിഞ്ഞു ചേരണം. ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി മാറണം. അതാണ് സംഭവിക്കേണ്ടത്. പക്ഷെ നമ്മളിലേക്ക് അലിഞ്ഞു ചേരാൻ ആണ് ആഗ്രഹം. കാരണം അത് അത്ര പാടില്ലാത്ത എളുപ്പ പരിപാടിയാണ്. യേശു വന്ന് നമ്മിൽ അലിഞ്ഞു ചേരണമെന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ടൊന്നും വേണ്ട, ഈശോ വന്നങ്ങ് അലിഞ്ഞു ചേരട്ടെ. നടക്കുന്ന കാര്യമല്ല. യേശു വന്ന് നമ്മിൽ അലിഞ്ഞു ചേരില്ല. നമ്മൾ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാകാനുള്ളവരാണ്. കാര്യം, നമ്മളൊക്കെ പാപികളാണ്. പാപികളായ നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വന്ന് അലിഞ്ഞു ചേരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട്, വിശുദ്ധീകരിച്ചുകൊണ്ട്, ഒരുക്കത്തോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അപ്പോൾ യേശു നമ്മിൽ അലിഞ്ഞു ചേരുകയല്ല, നമ്മെ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാക്കാൻ ഈശോ അനുവദിക്കും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാകേണ്ടുന്നവരാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കരമാകണം, യേശുവിൻ്റെ സ്വരമാകണം, യേശുവിൻ്റെ ഹൃദയമാകണം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതാണ് സംഭവം. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു നോട്ടം പോലും ക്രിസ്തുവിൻ്റെ നോട്ടം പോലെ സ്നേഹം നിറഞ്ഞതായിരിക്കണം. അവൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. അവൻ്റെ കരം
അവൻ ഒരുവൻ്റെ സന്നിധിയിലേക്ക് സഹായത്തിൻ്റെ കരം നീട്ടുമ്പോൾ യേശു കരം നീട്ടിയ ഒരു അനുഭവം അവനുണ്ടാകണം. ഇത് സാധിക്കണമെങ്കിൽ നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ആഗ്രഹിക്കണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അല്ലാതെ ഈശോ വന്നങ്ങ് എന്നിൽ അലിഞ്ഞു ചേരട്ടെ എന്ന് പറയുന്നത് ഭോഷത്വമാണ്. അതല്ല ആത്മീയത. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാകുവാനുള്ളവരാണ്. ഒരു സിനിമ, ഒരു കൊറിയൻ സിനിമ, അത് തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടു കൂടെയാണ്. ചോദ്യം ഇപ്രകാരമാണ്: ഒരു തുള്ളി ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തോടു കൂടെ സിനിമ തുടങ്ങുന്നത്. ഒരു തുള്ളി ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിനിമ അവസാനിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സംവിധായകൻ എഴുതി ചേർക്കും: ഒരു തുള്ളി ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അത് കടലിൽ ചെന്ന് ചേരണം. ജലാശയത്തിൽ, കടലിൽ ചെന്ന് ചേരണം. ഒരു തുള്ളി ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അത് കടലിൽ ചെന്ന് പതിക്കണം. നമ്മൾ ഒരു തുള്ളി ജലമാണ്. ദിവ്യകാരുണ്യമാണ് കടൽ. ആ കടലിൽ ചെന്ന് ലയിക്കേണ്ടുന്നവരാണ് നമ്മൾ. അല്ലാതെ കടൽ നമ്മിൽ വന്ന് ലയിക്കുകയല്ല വേണ്ടത്. നമ്മൾ കടലിൽ ചെന്ന് ലയിക്കുകയാണ് വേണ്ടത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. നീയാകുന്ന ഒരു തുള്ളി ജലം നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, അർത്ഥശൂന്യമായി പോകാതിരിക്കണമെങ്കിൽ നീ ദിവ്യകാരുണ്യമാകുന്ന കടലിൽ ചെന്ന് ലയിക്കേണ്ടുന്നവനാണ്. ഇതാണ് സത്യം. ഇതാണ് അഗസ്തീനോസിന് സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുത്തലായിട്ട് കിട്ടിയത്. നീ നാക്കുനീട്ടി സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നിന്റെ ശരീരത്തിലൊരു ഭാഗമായി മാറുകയല്ല, മറിച്ച് നീ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി മാറണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ നമ്മളൊക്കെയും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടിയായിരിക്കണം. ഈശോയെ, ഞാൻ ഈ നാക്കുനീട്ടി എൻ്റെ ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ എനിക്ക് കൃപ നൽകണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി. അപ്പോൾ ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്, ഉറവിടമാണ്, പാരമ്യമാണ്. ഇത് മറന്നു പോകരുത്. പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പാരമ്യവും കേന്ദ്രബിന്ദുവുമായിട്ട് നിലനിൽക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വേണം നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുവാൻ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തി ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? വളരെ ലളിതമാണ്. ദിവ്യകാരുണ്യത്തിലാണ് യേശു സത്യമായും സത്താപരമായിട്ടും ജീവിക്കുന്നത്. യേശു സത്യമായും സത്താപരമായിട്ടും ജീവിക്കുന്ന കൂദാശ പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഒരു ക്രൈസ്തവൻ കൊടുക്കേണ്ടുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൃപകൾ ലഭിക്കും. മാമോദീസ സ്വീകരിച്ചാലും, സ്ഥൈര്യലേപനം സ്വീകരിച്ചാലും, രോഗീലേപനം സ്വീകരിച്ചാലും കൃപകളാണ് ലഭിക്കുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയെയാണ് സ്വീകരിക്കുന്നത്. വ്യത്യാസമുണ്ട്. മറ്റാറ് കൂദാശകളും സ്വീകരിക്കുമ്പോൾ നമുക്ക് കൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിക്കുന്നെങ്കിൽ, പരിശുദ്ധ കുർബാന എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് കൃപകളുടെ ഉറവിടമായ, കൃപകളുടെ ഉടയവനായ കർത്താവ് ഈശോ മിശിഹായാണ്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ കാറ്റഗിസം പഠിച്ചപ്പോൾ പഠിച്ച ഒരു സംഭവമുണ്ട്, ഒരു ഡെഫിനിഷനുണ്ട്. എന്താ ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞു? സത്യമായും സത്താപരമായിട്ടും ഈശോ വസിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഇനി ഒരു ഡെഫിനിഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ. എന്താ അത്? ഇത് കൂദാശകളുടെ കൂദാശയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്. എല്ലാവരും പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഓർമ്മ വന്നു കാണും. ദിവ്യകാരുണ്യം കൂദാശകളുടെ കൂദാശ. അതായത് 7 കൂദാശകളിൽ ഓരോ കൂദാശകളുടെയും കൂദാശയായിട്ട് നിലകൊള്ളുന്നത് പരിശുദ്ധ കുർബാനയാണ്. കൂദാശകളുടെ കൂദാശ. എന്തുകൊണ്ടാണ് ദൈവശാസ്ത്രകാരന്മാർ ഇത് കൂദാശകളുടെ കൂദാശയാണെന്ന് പറയുന്നത്? കൂദാശകളുടെ കൂദാശയാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന കൃപകളുണ്ടല്ലോ, ആ കൃപ നമുക്ക് വീണ്ടും ലഭിക്കുന്നത് ദിവ്യബലിയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. മാമോദീസയിലൂടെ നമുക്ക് കൃപകൾ ലഭിക്കുന്നുണ്ട്. ആ കൃപകൾ വീണ്ടും നമുക്ക് ലഭിക്കുന്നത് ദിവ്യബലിയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. ചില മക്കൾ സ്നേഹിച്ച് പ്രണയിച്ച് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടിപ്പോവും. വീട്ടുകാരെ കണ്ണ് വെട്ടിച്ച് ഒക്കെ ഒളിച്ചോടി പോകുന്ന ചില മക്കളുണ്ട്. അങ്ങനെ ഒളിച്ചോടി പോകുമ്പോൾ
സമൂഹത്തിൽ എന്താണ് പിന്നെ അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയും. ആദ്യത്തെ കുറച്ച് നാൾ അപ്പനും അമ്മയും പറയും ഇനി അവളെ വേണ്ട, അവൾ മരിച്ചതായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്നൊക്കെ തള്ളലേ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നാൾ ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഈ കുടുംബത്തിലേതെങ്കിലും കാരണവന്മാർ വന്നിട്ടൊരു കാര്യം പറയും, ആ പിള്ളേരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറയും. ദേ ആർ ഓൾറെഡി മാരീഡ്. അവർ രജിസ്റ്റർ ചെയ്തു, അവർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒളിച്ചോടിപ്പോയാൽ ആദ്യം ചെയ്യുന്ന എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യലാണല്ലോ. എന്നാലും ചില കാരണവന്മാർ വന്നിട്ട് പറയും എന്താ കൊണ്ട് പള്ളി വെച്ച് കെട്ടിച്ചു കൊടുക്കാൻ പറയും. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മാരേജ് അല്ലെങ്കിൽ എന്താണ് നിയമപ്രകാരം അവർ സിവിൽ ലോ അനുസരിച്ച് കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് കെട്ടിക്കാൻ പറയും. എന്തിനാ ഈ പള്ളിയിൽ വെച്ച് കെട്ടിക്കുന്നത്? പള്ളിയിൽ വെച്ച് കെട്ടിയാലും പിന്നെയും നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി അവർ രജിസ്റ്റർ ചെയ്തു, ഇനി എന്തിനാ പള്ളി വെച്ച് കെട്ടുന്നത്? ചിലർ ചിന്തിക്കും നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി അടക്കണമെങ്കിൽ പള്ളി വെച്ച് കെട്ടിക്കണം, നാണക്കേട് ഒഴിവാക്കാനാണ് പള്ളി വെച്ച് കെട്ടിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാണക്കേട് ഒഴിവാക്കാനൊന്നുമല്ല ഈ പള്ളി വെച്ച് കെട്ടിക്കണമെന്ന് ഈ കാരണവന്മാർ പറയുന്നത്. രജിസ്റ്റർ ഓഫീസിൽ പോയാൽ നിയമപ്രകാരമായിട്ട് ആ കല്യാണം വാലിഡാകുന്നതേ ഉള്ളൂ. നിയമപ്രകാരം ആ കല്യാണം സാധുവാണ്. അവിടെ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു രജിസ്ട്രാറുടെ മുൻപിൽ പോയി രണ്ടുപേരും ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അത് ഈ അൽത്താരയുടെ മുൻപിൽ വരണം. ഈ മരണം വരെയും സ്നേഹിച്ചും വിശ്വസിച്ചും വിശ്വസ്തയോടുകൂടെ മരണം വരെയും ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം ഇട്ടുകൊടുക്കുന്നൊരു കൃപയുണ്ട്. എന്തിനാ? അങ്ങോട്ടുള്ള ജീവിതത്തിൽ മരണം വരെയും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു കൃപ. അത് തഹസിൽദാറിന് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് തരാൻ പറ്റത്തില്ല. അത് തരാൻ പറ്റുന്ന ഉടയ തമ്പുരാനാണ്. അതുകൊണ്ടാണ് പറയുന്നത് പള്ളി കൊണ്ടുവച്ച് കെട്ടിച്ചു കൊടുക്കാൻ പറയുന്നത്. ഈ കൃപ കിട്ടാൻ വേണ്ടിയാണ്. മരണം വരെയും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടുകൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ കിട്ടുന്നത് ഇത് ആശീർവദിക്കപ്പെടുമ്പോഴാണ്. അല്ല നാണക്കേട് ഒഴിവാക്കാനോ നാട്ടുകാരുടെ മുൻപിൽ തല ഉയർത്തി മാതാപിതാക്കൾക്ക് നടക്കാനോ വേണ്ടിയല്ല. എന്തിന് പള്ളിയിൽ കൊണ്ടുവച്ച് കെട്ടിക്കുന്നത്? ഈ പിള്ളേർക്ക് ഈ കൃപ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ആശീർവദിക്കപ്പെട്ട് കൃപ ലഭിച്ച ദമ്പതികൾക്ക് അവരുടെ വിവാഹവേളയിൽ ലഭിച്ച ഈ കൃപയുണ്ടല്ലോ, മരണം വരെയും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ബഹുമാനിച്ചും ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം നിക്ഷേപിച്ചു കൊടുത്ത കൃപ, അത് വീണ്ടും കിട്ടുന്നത് ദിവ്യബലിയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ബാക്കി 6 കൂദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന കൃപകൾ വീണ്ടും കിട്ടുകയും ആ കൃപകൾ നവീകരിക്കപ്പെടുകയും കൃപയ്ക്ക് മേൽ കൃപയായി വന്ന് നിറയുകയും ചെയ്യുന്നത് ദിവ്യബലിയിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രകാരന്മാർ പറയുന്നത് പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണെന്ന്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ കാറ്റീസം പഠിപ്പിക്കുന്നവരുണ്ടോ ഇവിടെ? കാറ്റീസം പഠിപ്പിക്കുന്ന അധ്യാപകർ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ചോദ്യമൊന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയത് ഒന്ന് കര ഉയർത്തിക്കോ. കാറ്റീസം, ഞാനും കാറ്റീസം പഠിപ്പിച്ചിട്ടുള്ളതാണ്. കര ഉയർത്താൻ പേടിക്കുന്നു. കുഴപ്പമില്ല. പിള്ളേർ വല്ലതും ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ ദിവ്യകാരുണ്യം കൂദാശകളുടെ കൂദാശയാണ് എന്ന് ചോദിക്കാതിരുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്തേനെ. ഇങ്ങനെ ഒരു ഉത്തരം ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. ഇനി പിള്ളേർ ചോദിക്കത്തില്ല, കാരണം ഇപ്പോൾ ഇരിക്കുന്നവർ കേട്ട് കാണും. അല്ലെങ്കിൽ ഇനി ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തോളം ഇതാണ് സംഭവം എന്ന് ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള കൂദാശകളിലൂടെ ലഭിക്കുന്ന കൃപകൾ നമുക്ക് ലഭിക്കുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടം, കേന്ദ്രബിന്ദു, പാരമ്യം. ദിവ്യകാരുണ്യത്തിലൂടെയാണ് മറ്റു കൂദാശകളിലൂടെ ലഭിക്കുന്ന എല്ലാ കൃപകളും കൃപയ്ക്കുമേൽ കൃപയായി വന്ന് നിറയുന്നതും ആ കൃപകൾ നവീകരിക്കപ്പെടുന്നതും ദിവ്യകാരുണ്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉത്തരമാണിത്. എല്ലാ കൃപകളുടെയും ഉറവിടം, എല്ലാ കൃപകളും വീണ്ടും നവീകരിക്കപ്പെടുന്നതും വീണ്ടും കൃപയ്ക്കുമേൽ കൃപയായി വരുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ്.
ആദ്യത്തെ ഉത്തരം യേശു സത്യമായും സത്താപരമായിട്ടും വസിക്കുന്ന കൂദാശ പരിശുദ്ധ കുർബാനയാണ്. ബാക്കി കൂദാശകളിലൂടെ കൃപ ലഭിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിലൂടെ കൃപ നൽകുന്ന ക്രിസ്തുവിനെ ലഭിക്കുന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ടുത്തരങ്ങൾ ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉത്തരവാണ്. കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഇത് സത്യം തന്നെയാണ്. ഇനി തിരുവചനത്തിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഈശോയെ ലഭിക്കുന്നതും കൃപകൾ ലഭിക്കുന്നതും എങ്ങനെയെന്ന് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നമ്മൾ കണ്ട വചനഭാഗമാണ്. 17 മുതലുള്ള തിരുവചനങ്ങൾ, ഉൽപ്പത്തി 14-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. POC ബൈബിളിൽ അതിനൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്, മെൽക്കീസദേക്ക് എന്നൊരു തലക്കെട്ടുണ്ട്. അവിടെ വചനം തുടങ്ങിയ ഇപ്രകാരമാണ്: മെൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. എന്താണ്? മെൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. മെൽക്കീസദേക്ക് മറന്നുപോകരുത്, വെറും പുരോഹിതനല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മെൽക്കീസദേക്ക്. അവൻ സാലേം പട്ടണത്തിൻ്റെ രാജാവായിരുന്നു. അവിടെ വചനം വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. 1, അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. 2, അവൻ സാലേം പട്ടണത്തിൻ്റെ രാജാവ്. ഇനി വചനം പറയാത്തൊരു കാര്യം ചരിത്രം പറയുന്നുണ്ട് ഈ മെൽക്കീസദേക്കിനെ കുറിച്ച്. മെൽക്കീസദേക്ക് രാജാവായിരുന്നത് സാലേം പട്ടണത്തിലാണ്. സാലേം എന്ന പദത്തിൻ്റെ അർത്ഥം, സാലേം എന്ന വാക്ക് വരുന്നത് ഹെബ്രായ ഭാഷയിലെ ഷാലോം എന്ന പദത്തിൽ നിന്നുമാണ്. ഷാലോം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. അങ്ങനെ സമാധാനത്തിൻ്റെ പട്ടണത്തിൻ്റെ രാജാവ് എന്ന് മലയാളത്തിൽ പറയാം. അങ്ങനെ ഈ സാലേം പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്, ശ്രദ്ധിച്ചോണം, സാലേം പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് സോതോമിനോടും ഗമോറയോടും അടുത്താണ്. സോതോം, ഗമോറ, സാലേം, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ അടുത്ത് കിടക്കുന്ന ബൈബിളിൽ നമ്മൾ കാണുന്നതാണ് സോതോമും ഗമോറയും. ഈ സോതോമിൻ്റെയും ഗമോറയുടെയും അടുത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു സാലേം. സോതോമിലെയും ഗമോറയിലെയും തിന്മ എന്താണെന്ന് നമുക്കറിയാം. ഏറ്റവും മ്ലേച്ഛകരമായ തിന്മ അരങ്ങേറിയിരുന്ന ഒരു സ്ഥലമായിരുന്നു സോതോമും ഗമോറയും. ഈ അടുത്തായിരുന്നത് കൊണ്ട്, ഈ നാടുകൾ സാലേമിൻ്റെ അടുത്തായിരുന്നത് കൊണ്ട് ഈ തിന്മയുടെ അതിപ്രസരണം സാലേമിലേക്കും വന്നു. സാലേം നിവാസികളും ഈ സോതോമിലെയും ഗമോറയിലെയും ജനങ്ങൾ ചെയ്ത അവരുടെ ഏറ്റവും മ്ലേച്ഛകരമായ തിന്മപ്രവർത്തികളിൽ ആകൃഷ്ടരായി അവരും ആ തിന്മപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഉരുമ്പെട്ടിറങ്ങി. അപ്പോൾ ഈ രാജാവ് ഇറങ്ങിച്ചെന്ന്, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അരുത്, ഈ തിന്മയിലേക്ക് പോയി നിങ്ങൾ ദൈവത്തിൻ്റെ ക്രോധത്തിനിരയാകരുത് എന്ന് ഒരു വിലാപം പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രഘോഷിച്ച പ്രവാചകൻ കൂടിയായിരുന്നത്രേ മെൽക്കീസദേക്ക്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ 3 ഗുണങ്ങൾ മെൽക്കീസദേക്കിലുണ്ട്. 1, രാജാവ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ, സാലേം പട്ടണത്തിൻ്റെ രാജാവ്, അവിടുത്തെ പ്രവാചകൻ. 3 കാര്യങ്ങളുണ്ട് ഈ മനുഷ്യന്. വേദപുസ്തകം ഇനി തുടർന്ന് അങ്ങോട്ട് വായിച്ചു നോക്കണം. ഒരേ സമയം ഈ 3 ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. മെൽക്കീസദേക്ക് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ മെൽക്കീസദേക്കിൽ മാത്രമേ ഈ 3 ഗുണങ്ങളുള്ളൂ: രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. ഇനി അതുപോലൊരു മനുഷ്യനെ നമ്മൾ കാണണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരണം. പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെ ഒരാളെ കാണുന്നുണ്ട്. അയാളുടെ പേര് നസ്രേത്തുകാരൻ യേശു എന്നാണ്. ഒരേ സമയം പുരോഹിതനും രാജാവും പ്രവാചകനുമായിട്ടുള്ളത് നസ്രത്തുകാരൻ യേശു മാത്രമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ മെൽക്കീസദേക്ക് ആര് എന്ന ചോദ്യത്തിന് ദൈവശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുന്ന ഉത്തരം ക്രിസ്തുവിൻ്റെ മുന്നാസ്വാദനമായിരുന്നു മെൽക്കീസദേക്ക്. അതിനപ്പുറം ഒരു ഡെഫിനിഷൻ ഇല്ല, അതിനപ്പുറം ഒരു നിർവചനമില്ല മെൽക്കീസദേക്കിന് കൊടുക്കാൻ. ക്രിസ്തുവിൻ്റെ മുന്നാസ്വാദനം, അതായത് ക്രിസ്തു ചെയ്യാനിരിക്കുന്ന പ്രവർത്തികളുടെ ഒരു പ്രതിഫലനമുണ്ടായിരുന്നു ഈ മെൽക്കീസദേക്കിൽ. അതാണ് നമ്മൾ കാണുന്നത്. എന്ത്? ഈ അബ്രഹാമും കൂട്ടരും യുദ്ധം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് ഇറങ്ങിച്ചെന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം എന്താ പറയുന്നത്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരുടെ മേൽ അനുകമ്പ തോന്നി. 5 അപ്പം 5000 കൊടുക്കുന്നതിന് മുൻപുള്ള വചനമാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഫിലിപ്പോസിനോട് പറഞ്ഞു,
ഈ ജനത്തിന് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കുക. ഇത് കേട്ട് പീലിപ്പോസ് ഭയന്നു. കാരണം അത്ര വലിയ ജനത്തിന് കൊടുക്കുവാനുള്ള, അപ്പം വാങ്ങുവാനുള്ള തുക അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 6-ാം അധ്യായം 6-ാമത്തെ വചനം നോട്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ്. എന്താ പറയുന്നത്? എന്തു ചെയ്യണമെന്നവൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആര്? യേശു ക്രിസ്തു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന്. 5 അപ്പം 5000 കൊടുക്കണമെന്ന് നേരത്തെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ഇവർക്കൊക്കെ തൃപ്തി വരുന്ന വിധം വിളമ്പിക്കൊടുക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ഇൻവേർട്ടഡ് കോമയിലിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ മെൽക്കീസദേക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. എന്താണ്? തൻ്റെ നാട്ടിലൂടെ യുദ്ധക്കളത്തിലായിരുന്ന കുറച്ച് മനുഷ്യർ വിശന്നും ദാഹിച്ചും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ മേൽ അനുകമ്പ തോന്നിയ മെൽക്കീസദേക്കിന് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അവൻ ഒരു താലത്തിൽ അപ്പവും മറ്റൊരു താലത്തിൽ വെള്ളവുമായിട്ട് ഇറങ്ങിച്ചെന്നു. അവർക്ക് അപ്പവും വീഞ്ഞും വിളമ്പിക്കൊടുത്തു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ക്രിസ്തു ചെയ്യാനിരിക്കുന്ന പ്രവർത്തികളുടെ ഒരു പ്രതിഫലനമുണ്ട് മെൽക്കീസദേക്കിൽ. തുടർന്ന് അനുഗ്രഹിച്ചു. മെൽക്കീസദേക്ക് അബ്രഹാത്തെ അനുഗ്രഹിച്ചു. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മെൽക്കീസദേക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നല്ലതായിരിക്കും. മെൽക്കീസദേക്കിനെ കുറിച്ച് ഹെബ്രായ ലേഖകൻ പറയുന്നത് എന്താണ്? മെൽക്കീസദേക്കിനെ കുറിച്ചല്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കോട്ട് ചെയ്യുന്നത് മെൽക്കീസദേക്കിനെയാണ്. എന്താ പറയുന്നത്? മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ക്രിസ്തു നിത്യപുരോഹിതനായിരുന്നു. ഹെബ്രായ ലേഖകൻ എഴുതിയെന്ന് അങ്ങനെയാണ്. യേശുവിൻ്റെ പൗരോഹിത്യം ഹെബ്രായ ലേഖകൻ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. ആ പൗരോഹിത്യമുണ്ടല്ലോ, യേശു ക്രിസ്തു അവൻ്റെ മേൽ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്ന പൗരോഹിത്യം, യേശുക്രിസ്തുവിൻ്റെ മേൽ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്ന പൗരോഹിത്യം, അത് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്താണ് ഈ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം? അതാണ് ആദ്യം സ്ഥാപിക്കപ്പെട്ട പൗരോഹിത്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ യാക്കോബിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളായിട്ട് മാറുമ്പോൾ ആ 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രജർക്കാണ് പുരോഹിതരാകുവാനുള്ള അവകാശം. അത് അവകാശമായിട്ട് മാറി. ലേവി ഗോത്രത്തിൽ പിറക്കുന്ന ആൺമക്കൾക്ക് പുരോഹിതരാവുക എന്ന് പറയുന്നത് അവരുടെ അവകാശമായി, ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ അവകാശമായിട്ട് മാറി ലേവി ഗോത്രത്തിന്. അന്ന് ഈ അവകാശമൊക്കെ വരുന്നതിന് മുൻപ് ഈ 12 ഗോത്രവും ഈ 12 ഗോത്രത്തിൽ ലേവി ഗോത്രത്തിന് പുരോഹിതരാകുവാൻ, അവർക്ക് മാത്രമേ പുരോഹിതരാകാൻ പറ്റൂ എന്നുള്ള അവകാശമൊക്കെ വരുന്നതിന് മുൻപ് ദൈവം സ്ഥാപിച്ചു വെച്ച ഒരു പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യത്തിന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന അതിലെ ആദ്യത്തെ പുരോഹിതനാണ് മെൽക്കീസദേക്ക്. അത് അവകാശമല്ല. ലേവി ഗോത്രത്തിൽ പിറക്കുന്നവന് പുരോഹിതനാവുക എന്ന് പറയുന്നത് അവൻ്റെ ജന്മാവകാശമാണ്. അവൻ ലേവി ഗോത്രത്തിൽ പിറന്നതുകൊണ്ട് അവന് പുരോഹിതനാകാം. ഏലിയുടെ 2 മക്കൾ പുരോഹിതരായത് അങ്ങനെയാണ്. അഹ്റോൻ പുരോഹിതനാകുന്ന അങ്ങനെയാണ്. ലേവി ഗോത്രത്തിലുള്ളവർക്കൊക്കെ പുരോഹിതരാകാം. അത് അവരുടെ ജന്മാവകാശമാണ്. എന്നാൽ ക്രിസ്തു ലേവി ഗോത്രജനല്ല. ക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. ജന്മാവകാശമില്ല പുരോഹിതനാകുവാൻ. എന്നിട്ടും അവൻ പുരോഹിതനായിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം. ഇത് അവകാശമല്ല, ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ കാരുണ്യവുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ കാരുണ്യവും കൊണ്ട് ദൈവം തീർത്തൊരു പൗരോഹിത്യമുണ്ട്. അതാണ് മെൽക്കീസദേക്കിൽ നമ്മൾ കാണുന്ന പൗരോഹിത്യം. ദൈവം തിരഞ്ഞെടുത്ത, ദൈവം കരുണ തോന്നി ഉയർത്തിയ ഒരു പൗരോഹിത്യം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം അത് വളരെ വിശദമാക്കി തരുന്നുണ്ട്. ആരാണ് പുരോഹിതൻ, എങ്ങനെയാണ് പുരോഹിതൻ രൂപപ്പെടുന്നതെന്ന് ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. ഈ ഡെഫിനേഷൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുന്ന ഡെഫിനേഷനോട് ചേർന്ന് നിൽക്കുന്നൊരു ഡെഫിനേഷനാണ്. എന്താണ് ഡെമോക്രസിയെക്കുറിച്ച് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ
തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് ജനപ്രതിനിധി. MLA ആയാലും MP ആയാലും അവനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. എന്നാൽ പുരോഹിതൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 കാര്യങ്ങൾ കറക്റ്റാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ജനങ്ങളാലല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. ചില ഇടവകകളിൽ ചില വികാരിയച്ഛന്മാരെക്കുറിച്ച് ചിലർക്ക് ഒരു പരിഭവം പറയാനുണ്ട്. അച്ഛൻ ജനാധിപത്യ മര്യാദ പാലിക്കാറില്ല. ഞങ്ങളുടെ വികാരിയച്ഛൻ ഒരു ജനാധിപത്യ മര്യാദയില്ല. എല്ലാവരുടെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ മെജോറിറ്റിയുടെ അഭിപ്രായത്തിന് അച്ഛൻ ചെവിക്കൊടുക്കാറില്ല. അച്ഛൻ ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യും. ഒരു വൈദികൻ മെജോറിറ്റിയുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളല്ല, അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ അഭിപ്രായം കേട്ടാൽ മതി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ അഭിപ്രായം കേട്ടാൽ മതി. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പുരോഹിതന്. ജനങ്ങളുടെ അഭിപ്രായം തേടി നിന്നിരുന്നെങ്കിൽ യേശു ആ പാപിനി എന്ന് പറഞ്ഞു വന്നവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിട്ടുകൊടുക്കണമായിരുന്നു. പുരോഹിതനാ വിട്ടുകൊടുക്കണമായിരുന്നു. കാരണം എന്താ? ജനാധിപത്യ മര്യാദ വെച്ച് നോക്കുമ്പോൾ നിന്നിരുന്നവർ എല്ലാവരും കല്ലുമായിട്ട് നിൽക്കുക. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും പറഞ്ഞ് വന്നവരെല്ലാവരും ജനാധിപത്യ മര്യാദ പാലിച്ചിരുന്നെങ്കിൽ യേശു പറയണമായിരുന്നു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നോ എന്ന് പറയണമായിരുന്നു. വിട്ടുകൊടുത്തില്ല. അതുപോലത്തെ ജനാധിപത്യ മര്യാദയെ നമ്മുടെ പുരോഹിതന്മാർക്കും കാണിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വലിയ ആൾക്കൂട്ടമുണ്ടെന്ന് കരുതി ആൾക്കൂട്ടമെല്ലാം സത്യമാകണമെന്നില്ല ഒരിക്കലും. ഞങ്ങൾ മെജോറിറ്റി പറഞ്ഞ കാര്യം അച്ഛൻ അംഗീകരിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ മെജോറിറ്റി പറയുന്നത് ശരിയാകണമെന്നില്ല. ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരുമിച്ചുമൊക്കെ ഒരു ദുരുദ്ദേശത്തോടു കൂടെ ഒരുമിച്ച് കൂടാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മെജോറിറ്റി പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് ആരും വാശി പിടിക്കരുത്. ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പുരോഹിതൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞവൻ്റെ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പുരോഹിതനാകുവാൻ ആഗ്രഹിച്ചാൽ മതി. ലാസറേ, സക്കേവൂസെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ യേശുവിനെ കാണുന്നില്ലേ? ആരാ സക്കേവൂസിനെ പിന്താങ്ങിയത്? അവിടെ സക്കേവൂസിനെ പിന്താങ്ങാൻ ആരും ഇല്ലായിരുന്നു. സക്കേവൂസിൻ്റെ പക്ഷം ചേരാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സക്കേവൂസ് എങ്ങനെയാണ് ഈ സിക്കമൂർ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ അഭയം തേടിയത്? ഉയരക്കുറവായതുകൊണ്ടാണ്. അങ്ങനെയാണ് കരുതിയിരിക്കണേ. ഉയരക്കുറവ് കൊണ്ടല്ല സക്കേവൂസ് സിക്കമൂറത്തിൻ്റെ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കയറിയത്. അവിടെ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥ കാരണം ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ട്. വചനം തുടങ്ങുമ്പോൾ സക്കേവൂസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവന് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളുടെ കാരണം അവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നത്രേ സക്കേവൂസ്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഉയരക്കുറവുണ്ടായിരുന്നെന്ന്. ഉയരക്കുറവുണ്ടായിരുന്നു പറയുന്നത് അത് കഴിഞ്ഞിട്ടാ. അവൻ മരത്തിൽ കയറാൻ കാരണം, ഈ സിക്കമൂർ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കയറാൻ കാരണം ഉയരക്കുറവായിരുന്നു എന്ന് പറയുന്നത് ശരിയാ. പക്ഷേ അതിനു മുൻപ് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. സക്കേവൂസിൻ്റെ സംഭവം തുടങ്ങുമ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു സക്കേവൂസ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു ജെറീക്കോയിലൂടെ വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ സക്കേവൂസ് ചെയ്ത കാര്യം ഒന്ന് ചോദിച്ചേ. എന്താ സക്കേവൂസ് ചെയ്തത്? മുൻപേ ഓടിയെന്ന്. അതായത് യേശു ജെറീക്കോയിലേക്ക് വരുന്നത് അറിഞ്ഞിട്ട് മറ്റുള്ളവർ വരുന്നതിന് മുൻപേ ഇടം പിടിക്കാൻ ഓടുന്നൊരു പരിപാടിയുണ്ട്. ഇടം പിടിക്കാൻ ഓടുന്നത് ചിലർ ഈ സദ്യക്ക് ആദ്യം ഓടിപ്പോയിരിക്കത്തില്ലേ, അതുപോലത്തെ പരിപാടി. മുൻപേ ഓടുന്ന ഓട്ടോ ഇല്ലേ? പണ്ട് ഈ തിയേറ്ററുകളിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ മുൻപേ ഓടുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ മുൻപേ ഓടിയത് മുൻപന്തിയിൽ നിന്ന് ഈശോയെ കാണാനാണ്. മുൻപന്തിയിലിരിക്കാൻ ഓടിയ ഓട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇവിടെ. എടാ സക്കേവൂസ്, നീ മുന്നേ ഓടിയിട്ട് എന്താ മുൻപന്തിയിൽ നിൽക്കാതെ പോയത്? ഈ ചോദ്യം സക്കേവൂസിനോട് ആരും ചോദിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ടും. നീ മുൻപേ ഓടിയതല്ലേ, നീ എങ്ങനെ ഈ സിക്കമൂർ മരത്തിൻ്റെ ഇടയിൽ കയറിയത്? അവനോട് ചോദിച്ചാലേ അവൻ കാര്യം പറയൂ. മുൻപേ ഓടി എന്നുള്ളത് ശരിയാ, മുൻപന്തിയിലെത്തി എന്നുള്ളതും ശരിയാ, മുൻപിൽ തന്നെ വന്ന് നിന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജനമുണ്ടല്ലോ,
അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. അങ്ങനെ ആട്ടിത്തളിച്ച് പുറത്താക്കി. മുൻപന്തിയിൽ നിന്ന് മാറി രണ്ടാം നിരയിൽ പോയി. രണ്ടാം നിരയിലുള്ളവരും അവനെ പുറത്തേക്ക് തള്ളി. അങ്ങനെ എല്ലാവരും ആരും അവനെ കൂടെ നിർത്താൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? ചുങ്കക്കാരിൽ പ്രധാനി, കൂട്ടത്തെ ഒറ്റിക്കൊടുത്തവൻ, വർഗവഞ്ചകൻ. ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ആരാണ്? വർഗവഞ്ചകനാ. കാരണം എന്താ? സ്വന്തം ജനതയുടെ കയ്യിൽ നിന്നും ചുങ്കം പിരിച്ചു കൊണ്ടുപോയി റോമാക്കാർക്ക് കൊടുക്കുന്ന പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗവഞ്ചന. അങ്ങനെ വർഗവഞ്ചന ചെയ്ത ഒരുത്തനെ കൂടെ നിർത്തുവാൻ കൂട്ടാക്കിയില്ല അവർ വർഗവഞ്ചകനെ പുറത്താക്കി. അങ്ങനെ ഏറ്റവും പിന്നിലായപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ ശരീരം കൊണ്ട് മറയായി തീർന്നപ്പോൾ പിന്നെ പുറകിൽ നിന്ന് കർത്താവിനെ കാണാൻ പറ്റാതായി. അങ്ങനെ കാണാൻ പറ്റാതായപ്പോഴാണ് ഈ മനുഷ്യൻ സിക്കമോർ മരത്തിൽ കയറിയത്. കണ്ടിട്ടേ പോകൂ എന്ന ഒരു മനോഭാവം അവനുണ്ടായിരുന്നു. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ കാണാൻ അനുവദിച്ചില്ലെങ്കിലും ഞാൻ കണ്ടിട്ടേ പോകൂ. ഈ ചവിട്ടി നിൽക്കുന്നിടത്ത് നിന്നല്ലേ നിനക്കൊക്കെ എന്നെ മാറ്റാൻ പറ്റൂ. ഏറിൽ കയറിക്കഴിഞ്ഞാൽ കാണാം ഉയരത്തിൽ. അത് ഉയരമെന്ന് പറയുന്നത്, ആ സ്പേസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ സ്പേസ് ദൈവത്തിൻ്റെ, അതെല്ലാവർക്കും ഉള്ളതാണ്. സ്പേസ് എല്ലാവർക്കും ഉള്ളതാണ്. ആരെങ്കിലുമൊക്കെ കയറാൻ ഓർത്തോളണം, ദൈവത്തിൻ്റെ കരുതലാണതെന്ന്. ചിലരെ സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനല്ലേ, ചിലരെയൊക്കെ ഏറിലാക്കുന്ന പരിപാടി. അത് ദൈവത്തിൻ്റെ കരുതലാണെന്ന് കരുതി അങ്ങ് ആശ്വസിച്ചേക്കണം. ആദ്യമായിട്ട് ഏറിൽ കയറിയ ആൾ സക്കേവൂസാണ്. അപ്പോൾ അങ്ങനെ ഇടം കിട്ടാതെ ബാക്കിയുള്ളവരാൽ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട് തള്ളപ്പെട്ട് പുറന്തള്ളപ്പെട്ട് ഒടുക്കം കണ്ടെത്തിയ മാർഗമാണ് സിക്കമോർ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കയറുക. അവിടെ നിന്ന് ആരാ സക്കേവൂസിനെ പിന്താങ്ങി? ആരുമില്ലായിരുന്നു സക്കേവൂസിനെ. നീ എൻ്റെ കൂടെ നിന്നോ, എൻ്റെ അടുത്ത് നിന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാനൊന്നും ആരും തയ്യാറായില്ല. അങ്ങനെ എല്ലാവരും എതിരായിട്ട് നിന്ന എല്ലാവരും എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്വരം ഉയരുകയാണ്, സക്കേവൂസ് ഇറങ്ങി വാ. ഈ നിൽക്കുന്നവന്മാരുടെ അഭിപ്രായം നോക്കിയെങ്കിൽ സക്കേവൂസിനെ നോക്കിയിട്ട് നിന്നെ സിക്കമോർ മരത്തിലല്ലായിരുന്നു കാണേണ്ടത്, ഏതെങ്കിലും ടവറിൻ്റെ മണ്ടയ്ക്കായിരുന്നു കാണേണ്ടതെന്നായിരിക്കണം ഈശോ പറയേണ്ടത്. പറഞ്ഞില്ല. കാരണം എന്താ? ആ നിൽക്കുന്നവരുടെ അഭിപ്രായം നോക്കാൻ പോയില്ലവൻ. അപ്പോൾ ഒരു പുരോഹിതൻ ജനാധിപത്യ മര്യാദ പാലിക്കണമെന്ന് ആരും വാശി പിടിക്കരുത്. ഈ സക്കേവൂസിനെ വിളിച്ചിറക്കിയ മനോഭാവമേ ഒരു പുരോഹിതന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവൻ ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണ്. അവൻ ദൈവത്തിൻ്റെ ഹിതം തിരയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി, നോക്കിയാൽ മതി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഒരു പുരോഹിതൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. ജനങ്ങളാൽ അല്ല, ദൈവത്താലാണ്. അതുകൊണ്ട് ഒരു പുരോഹിതൻ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്നവനാണ് പുരോഹിതൻ. നമ്മുടെയൊക്കെ ഇടവകയിലുള്ള പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ടുന്നവരാണ്. അവരെ ഭരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ആരും അവരെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ പോകേണ്ട ആവശ്യമില്ല പുരോഹിതരെ. അവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് കാര്യം. 10-12 വർഷം സെമിനാരിയിൽ നിന്ന് പഠിച്ച് പിന്നെ കുറച്ച് നാൾ കൊച്ചച്ഛനായിട്ട് ഏതെങ്കിലും മുതിർന്ന അച്ഛന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച് അതിനൊക്കെ ശേഷം ഒരു വികാരിയായിട്ട് വരുന്ന അച്ഛന്മാർക്കറിയാം ഒരിടവക എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛൻ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്നൊന്നും പറഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലേണ്ടെന്ന് ആവശ്യമില്ല. ലെറ്റ് ദം ബി ലൈക്ക് എ ഫ്രീ ബേർഡ്. അവർ സ്വതന്ത്രമായ പക്ഷികളെപ്പോലെ ആയിരിക്കട്ടെ. അവരെ ഒരു പക്ഷിയുടെ പ്രത്യേകത എന്താണ്? ചിറകുകളുണ്ട്, പക്ഷേ ഒരു ചെറിയ ചരട് അതിൻ്റെ കാലിൽ കുരുങ്ങിയാൽ അതിന് പറക്കാൻ പറ്റില്ല. പക്ഷിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചിറക് കെട്ടണമെന്നില്ല പക്ഷിയുടെ ചിറകിൽ നൂല് കെട്ടണമെന്നില്ല. ആ പക്ഷിയുടെ കാലിൽ ഒരു ചെറിയ ചരടൊന്ന് ചുറ്റിയാൽ മതി, പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അത്ര ശക്തനായ പക്ഷിയായാലും ഒരു ചെറിയ ചരട് അതിൻ്റെ കാലിലൊന്ന് കുടുങ്ങിയാൽ അതിന് പറന്നുയരാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ഒരു പുരോഹിതരെയും നിങ്ങളുടെ വരുതിയിലാക്കണം എന്ന ആഗ്രഹത്തോടൊന്നും ചെല്ലരുത് അങ്ങനൊന്നും. ഞങ്ങൾ പറയുന്നത് പോലെ ചിലയിടങ്ങളിൽ ഇച്ചിരി ധാർഷ്ട്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചില വികാരിമാർ വരുമ്പോൾ ചിലർ ചേർന്ന് പറയും, അച്ചോ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ അച്ഛൻ നിന്നാൽ അച്ഛൻ 5 വർഷം നിൽക്കാം ഇവിടെ.
അല്ലെങ്കിൽ 5 മാസം കഴിയുമ്പോൾ അച്ഛന് പോകാം. ഇങ്ങനെയൊക്കെ ചില ധാർഷ്ട്യത്തോടൊക്കെ സംസാരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ചില ഇടവകകളിൽ. ചില കുടുംബങ്ങളാണ് ചില ഇടവകളെ ഭരിക്കുന്നത്. ഞങ്ങൾ ആണ് ഇവിടുത്തെ ആൾക്കാർ, ഞങ്ങൾ പറയുന്നത് പോലെ മാത്രം അച്ഛൻ പ്രവർത്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട്ടിലെ കൊച്ചുമക്കളോട് പോലും അങ്ങനെയൊന്നും ഇപ്പോൾ ഈ കാലത്ത് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചോളണമെന്നൊന്നും. അപ്പാപ്പൻ പോയി അപ്പാപ്പൻ്റെ പണി നോക്കുക എന്നേ കൊച്ചു പറയത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ തരംതാണ പ്രസ്താവനകളായിട്ടൊന്നും പുരോഹിതൻ്റെ അടുത്ത് പോകരുത്. അവർ സ്വതന്ത്രമായ പക്ഷികളെപ്പോലെ പറന്നുയരാൻ വിട്ടുകൊടുക്കുക. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. വീഴ്ചകളുണ്ടാകാം ചിലപ്പോൾ. ആരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വീഴ്ചകൾ സംഭവിക്കാം, കുറവുകൾ സംഭവിക്കാം. നമ്മൾ ചെയ്യേണ്ടുന്നതൊന്ന് മാത്രമാണ്, ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഹിതം ആരായുന്നൊരു പുരോഹിതൻ ഞങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പുരോഹിതൻ ഞങ്ങൾക്കുണ്ടാകട്ടെ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് പുരോഹിതൻ. ഇത് പറയാൻ കാരണം, എവിടെയൊക്കെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ അവിടെ എല്ലാം ദൈവം ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു ഫിഗറാണ് പൗരോഹിത്യം. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം എവിടെല്ലാം നമ്മൾ കാണുന്നുണ്ടോ അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതന് നീ എന്തുമാത്രം വില കൽപ്പിക്കണമെന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയം ഒന്ന് മനനം ചെയ്തെടുക്കേണ്ടുന്ന കാര്യമാണ്. അത് പറഞ്ഞു തരുന്നില്ല. അല്ലെങ്കിൽ ഈ പുരോഹിതന് കൊടുക്കേണ്ടുന്ന ബഹുമതി, പുരോഹിതന് കൊടുക്കേണ്ടുന്ന പരിഗണന എന്താണെന്നൊന്നും പറയുന്നില്ല. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നീ ഒന്ന് മനസ്സിലാക്കണം. ഹീ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്. അവനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷകൻ. ഒരു പുരോഹിതൻ പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരനാണ്. അവനാണ് കാവൽക്കാരൻ. ഒരു വൈദികനുള്ളിടത്ത് മാത്രമേ സക്രാരി സ്ഥാപിക്കാൻ പറ്റുള്ളൂ. വൈദികൻ്റെ സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ നിത്യാരാധന ചാപ്പലുകൾ പോലും ഉണ്ടാകൂ. വൈദികരില്ലാത്തിടത്ത് നിത്യാരാധന ചാപ്പലൊന്നും നമുക്ക് അനുവദനീയമല്ല. ഒരു വൈദികൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അവൻ പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരനാണ്. ഓരോ പുരോഹിതനെയും കാണുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം ഇതാണ്, അവനൊരു കാവൽക്കാരനാണ്. ആരുടെയാ? നിങ്ങളുടെയല്ല, നിങ്ങളുടെയുമാണ്. അതിനുമപ്പുറം അവൻ ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാരനാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാരനാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അവൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞാൽ അവന് കാവൽ നിൽക്കുന്നത് അതിൻ്റെ അകത്തിരിക്കുന്നവനാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ് ഹല്ലേലൂയ. അത് സത്യമാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ചോദിക്കാനുള്ളത് ഏതെങ്കിലും പുരോഹിതർക്ക്, നിങ്ങളുടെ അനുഭവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കേ, ഏതെങ്കിലും പുരോഹിതരെ നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ, ഏതെങ്കിലും ഇടവകക്കാർ അപമാനിക്കുകയോ ഇല്ലാക്കഥ പറയുകയോ അടിക്കാൻ ചെല്ലുകയോ തെറി വിളിക്കുകയോ ചെയ്യുമ്പോൾ ആ പുരോഹിതൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനോ അനിയനോ അളിയന്മാരോ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരിടവകയിലും ചോദിച്ചിട്ടില്ല. ഒരച്ഛന് വേണ്ടിയും ഒരപ്പനും വന്നിട്ടില്ല. അച്ഛൻ്റെ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ അളിയന്മാരോ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ അച്ഛനെ, എൻ്റെ അനുജനെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ ആരാടാ തല്ലാൻ വന്നത്, ആരാടാ ചീത്ത വിളിക്കാൻ വന്നതെന്ന് ചോദിച്ച് ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും അച്ഛൻ്റെ ചേട്ടനോ അനിയനോ ബന്ധുക്കളോ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വരുത്തിയില്ല. കാരണം എന്താ? അവൻ പുരോഹിതനാകുമ്പോൾ ആ കുടുംബത്തിന് കൂടെ ഒരു അവരറിയാതെ കിട്ടുന്ന, ആ പുരോഹിതൻ്റെ സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ കിട്ടുന്നൊരു അഭിഷേകമുണ്ട്. ഡോണ്ട് വറി, അവൻ്റെ കാര്യം നോക്കുന്ന ഞാനാ, നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇതവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അവരറിയാതെ അതിലേക്ക് പോകും. ഒരു അച്ഛൻ എന്ത് സംഭവിച്ചാൽ അവർ വരില്ല ചോദിക്കാൻ. കാരണം അത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു യുവാവ് പുരോഹിതനാകുമ്പോൾ അവൻ്റെ കാവൽക്കാരനായിട്ട് ദൈവമുണ്ട്. ദൈവം ചോദിച്ചോളും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു പുരോഹിതന് കൊടുക്കേണ്ടുന്ന സ്ഥാനം എത്രയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ മെൽക്കീസദേക്ക് പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. അവൻ അപ്പമെടുത്ത് അബ്രഹാത്തിന് കൊടുത്തു. അവൻ ഭക്ഷിച്ചു. അവർ ഭക്ഷിച്ചു തൃപ്തരായി. ഭക്ഷിച്ചു തൃപ്തരായപ്പോഴാണ് കാണിക്കകൾ സമർപ്പിക്കുന്നത്. ഭക്ഷിച്ചു തൃപ്തരായി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഭക്ഷിച്ചു തൃപ്തരായി. പുരോഹിതൻ്റെ കരങ്ങളിൽ നിന്നും അപ്പം വാങ്ങിച്ചു ഭക്ഷിക്കുന്ന അബ്രഹാമും കൂട്ടരും, പുരോഹിതനായ മെൽക്കീസദേക്കിൽ നിന്നും അപ്പം വാങ്ങിച്ചു ഭക്ഷിക്കുന്ന അബ്രഹാമും കൂട്ടരും, അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ദിവ്യകാരുണ്യത്തിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ്. നമ്മൾ വായിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. എന്താണ്?
ഈ മെൽക്കീസദേക്ക് വചനം പറയുന്നത് എന്താ? ഒരു താലത്തിൽ അപ്പവും മറ്റൊരു താലത്തിൽ വീഞ്ഞും. ഒരു താലത്തിൽ എത്ര അപ്പം കൊള്ളാനാ? ഒന്ന് ചിന്തിച്ചു. ഒരു കൈവെള്ളയിൽ, ഒരു മനുഷ്യൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ഒരു താലം, ആ താലത്തിൽ എത്ര അപ്പം കൊള്ളാനാ? കൂടിപ്പോയാൽ 5-10 അപ്പം കൊള്ളും. ഈ 5-10 അപ്പം കൊണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വലിയ ജനക്കൂട്ടം, മല്ലന്മാർ, അവന്മാരെല്ലാം കഴിച്ച് തൃപ്തരായെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ചകിരിച്ചോറുമായിരിക്കണം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തള്ളിക്കളയണം. ഈ ഒരു താലത്തിൽ നിന്ന് അപ്പം എടുത്തു കൊടുത്തു, അവന്മാരെല്ലാം കഴിച്ച് തൃപ്തരായി. അവർ സമ്മാനങ്ങൾ നൽകി മെൽക്കീസദേക്കിന്. ദിവ്യകാരുണ്യത്തിൻ്റെ ആദ്യത്തെ അത്ഭുതമായത് എന്താ? 6-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. അവനെ എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അവർക്ക് വിളമ്പിക്കൊടുക്കുക. പുൽത്തകടിയിലിരുത്തി അവർക്ക് വിളമ്പിക്കൊടുത്തു. വചനം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്: അവരെല്ലാവരും കഴിച്ചു തൃപ്തരായി. മഹാത്ഭുതം, അല്ലെങ്കിൽ 5 അപ്പം 5000 കൊടുത്ത വലിയ അത്ഭുതമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കിടക്കുന്ന ഒന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. അവരെല്ലാവരും കഴിച്ച് തൃപ്തരായി. ദിവ്യകാരുണ്യത്തിൻ്റെ ആദ്യത്തെ അത്ഭുതം നമ്മൾ കാണുന്നത് ക്രിസ്തുവിനും 2000 വർഷങ്ങൾക്ക് മുൻപ്. ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് അബ്രഹാം ജീവിച്ചിരുന്നു. ആ അബ്രഹാത്തിൻ്റെ കാലത്തിലാണ് ദിവ്യകാരുണ്യത്തിൻ്റെ വരാനിരിക്കുന്ന, പ്രതിഷ്ഠിക്കപ്പെടാനിരിക്കുന്ന, സ്ഥാപിക്കപ്പെടാനിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന, അത്ഭുതം വിളിച്ചറിയിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ സൂചന നൽകുന്നത് അവരെല്ലാവരും കഴിച്ച് തൃപ്തരായി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, യേശുവിനും 2000 വർഷങ്ങൾക്ക് മുൻപേ മെൽക്കീസദേക്ക് എന്ന പുരോഹിതന്റെ കൈകളിലൂടെ അബ്രഹാമും കൂട്ടരും അപ്പം വാങ്ങി ഭക്ഷിച്ചു, വീഞ്ഞ് വാങ്ങി കുടിച്ചു, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് അവർ തൃപ്തരായി. ഒരു അത്ഭുതത്തിൻ്റെ പ്രതീകമുണ്ട് അവിടെ, അത്ഭുതത്തിൻ്റെ പ്രതീതിയുണ്ട് അതിന്. അതിനപ്പുറം ഇതൊരു ഒരുക്കമായിരുന്നു. ഇതൊരൊരുക്കമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരുക്കം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം മുതലാണ്. പരിശുദ്ധ കുർബാനയുടെ ഒരുക്കം തുടങ്ങിയ ഇവിടെ മുതൽ. യേശുവിന് 2000 വർഷങ്ങൾക്ക് മുൻപേ പരിശുദ്ധ കുർബാനയുടെ ഒരുക്കം തുടങ്ങിയിരുന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരുക്കമാണ് ദിവ്യകാരുണ്യമെന്ന കൂദാശയായിട്ട് മാറിയത്. വേറെ ഒരു കൂദാശയ്ക്ക് ഇത്രയും ഒരുക്കം ഉണ്ടായിട്ടില്ല. 2000 വർഷം കൊണ്ട് രൂപപ്പെട്ട കൂദാശയാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും നമ്മൾ വചനത്തിലൂടെ വരുമ്പോൾ ദാവീദ് ഇതുപോലെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് അവശരായി ദാവീദും പരിവാരങ്ങളും തിരികെ പോകുമ്പോൾ അവർക്ക് വിശന്നപ്പോൾ എന്താ ചെയ്തത്? വിശന്നപ്പോൾ അവർ അബിയാദർ പ്രധാന പുരോഹിതനായിരുന്ന ദേവാലയത്തിലേക്ക് ചെന്നു. അബിയാദറിനെ കണ്ടു. അബിയാദറിനെ കണ്ടിട്ട് പറഞ്ഞു, അബിയാദറെ, ഞങ്ങൾക്ക് വിശക്കുന്നു, അപ്പം വേണം. അബിയാദർ എന്തു തട്ടുകട നടത്തുകയാണ് അപ്പം എടുത്തു കൊടുക്കാൻ. ദേവാലയത്തിൽ ചെന്ന് പ്രധാന പുരോഹിതൻ്റെ അടുത്ത് പറയുകയാണ്, വിശക്കുന്നു, അപ്പം വേണമെന്ന്. കാര്യം എന്താ? സങ്കീർത്തനം 5-ാം അധ്യായം. സങ്കീർത്തനം 5-ാം അധ്യായത്തിന് നമ്മൾ കൊടുക്കുന്നൊരു പേരുണ്ട്. എന്താ അറിയാവോ? പ്രഭാത പ്രാർത്ഥന എന്നൊരു പേര് കൊടുക്കും സങ്കീർത്തനം 5-ാം അധ്യായത്തിന്. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? പ്രഭാതത്തിൽ എഴുന്നേറ്റ്, കർത്താവേ, ഞാൻ അതിൻ്റെ പ്രാർത്ഥനകൾ, അതിൻ്റെ പൊരുൾ പറയുകയാണ്. വചനം ആസച്ചായിട്ടല്ല, അവൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പൊരുൾ ഇപ്രകാരമാണ്. അതായത്, ബലിപീഠത്തിൽ നിരത്തി വെച്ചിരിക്കുന്ന വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ പോലെ കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. ഇതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. 5-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ കോർ അതാണ്, ആ പൊരുൾ അതാണ്. എന്താണ്? ബലിപീഠത്തിൽ വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ. അതായത് വചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് ബലിപീഠം ഒരുക്കുന്നു എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുന്ന അങ്ങനെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് ബലിപീഠം ഒരുക്കുന്നു. ദാവീദ് ആരാ ബലിപീഠം ഒരുക്കാൻ? ദാവീദ് ബലിപീഠത്തിൻ്റെ അടുത്ത് പോലും പോകേണ്ട ആളല്ല. അവൻ യൂദാവംശത്തിൽപ്പെട്ടവനാണ്. യൂദാവംശത്തിൽപ്പെട്ടവൻ പുരോഹിതൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവനല്ല, ദേവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നവനല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ലേവി ഗോത്രത്തിൽപ്പെട്ടവൻ ദേവാലയത്തിലെ ബലിപീഠം ഒരുക്കുന്നത് പോലെ. എന്താ ബലിപീഠം ഒരുക്കുന്നത്? ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടവൻ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താണെന്നറിയാമോ?
ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവൻ അവൻ രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയ ശേഷം ദേവാലയത്തിൽ വന്നിട്ട് 12 വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ 12 അപ്പക്കഷ്ണങ്ങൾ വാഴ്ത്തും. ആ 12 അപ്പക്കഷ്ണങ്ങൾ വാഴ്ത്തി 2 എണ്ണം വെച്ച് 6 വരി, 2 വരിയായിട്ട് 6 എണ്ണം, ഒരു വരിയിൽ 6, അടുത്ത വരിയിൽ 6, അങ്ങനെ 6 എണ്ണം വീതം 2 വരിയായിട്ട് വയ്ക്കും ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ. ഇത് ഓർത്തിട്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഒരു പുരോഹിതൻ അതിപ്രഭാതത്തിൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ വയ്ക്കുന്നത് പോലെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. അതാണ് പ്രഭാത പ്രാർത്ഥന. എന്താ നമ്മുടെ പ്രാർത്ഥനയുടെ അന്തസ്സ് എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന അന്തസ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ. അതായത് വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരേണ്ടുന്നതാണ് നിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും, സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുമ്പോഴും, എത്രയും ദൈവമുള്ള മാതാവേ ചൊല്ലുമ്പോഴും, ഇനി സ്വയം പ്രേരിത പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ചുമ്മാതെ അധര വ്യായാമം പോലെ കലകലാന്നും പറഞ്ഞു പോകേണ്ടുന്നതല്ല, മറിച്ച് വാഴ്ത്തിയ അപ്പക്കഷ്ണം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തണം പ്രാർത്ഥനകളെ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന അന്തസ്സ്. പ്രാർത്ഥനയ്ക്കൊരു അന്തസ്സ് ഉണ്ടായിരിക്കണം. ആ അന്തസ്സ് പറയുന്നത് 5-ാം സങ്കീർത്തനമാണ്. വാഴ്ത്തിയ അപ്പക്കഷ്ണങ്ങൾ പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരേണ്ടുന്നതാണ് പ്രാർത്ഥന. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറയാമോ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ദാവീദിനറിയാം എന്ത്, ദേവാലയത്തിൽ 12 അപ്പം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അബിയാദറിൻ്റെ അടുത്ത്, പുരോഹിതൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത്, വിശക്കുന്നു, അപ്പം വേണമെന്ന്. എപ്പോഴും ഈ പ്രഭാതത്തിൽ വാഴ്ത്തി വെച്ചിരിക്കുന്ന ഈ അപ്പം പിന്നീട് എടുത്ത് മാറ്റുന്ന പിറ്റേ പ്രഭാതത്തിലാണ്. എപ്പോഴും അവിടെ 12 അപ്പം ദേവാലയത്തിൽ കാണും. ഇത് ദാവീദിന് അറിയാമായിരുന്നത് കൊണ്ട് ഏതൊക്കെ അടുക്കള കാലിയായാലും കർത്താവിൻ്റെ ബലിപീഠമാകുന്ന അപ്പമേശയുണ്ടല്ലോ, അവിടം കാലിയാകത്തില്ല എന്ന് ദാവീദിനറിയാമായിരുന്നു. അതുകൊണ്ട് ഓടിച്ചെന്ന് പുരോഹിതനോട് പറഞ്ഞു, ഇനി വേറെ എങ്ങും പോയാൽ അപ്പം കിട്ടത്തില്ല, അപ്പം വേണം. അപ്പോൾ ഈ അബിയാദർ ദാവീദിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ആ ചോദ്യം ഇതാണ്, ദാവീദേ, നിനക്കും അനുചരന്മാർക്കും ഈ അപ്പം എടുത്ത് ഭക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. ആരാ ചോദിക്കുന്നത്? അവിടുത്തെ പുരോഹിതൻ. ആരോടാ ചോദിക്കുന്നത്? ചെയ്ത യുദ്ധമെല്ലാം ജയിച്ച് വെന്നിക്കൊടി പാറിച്ചു നിൽക്കുന്ന, ഒരു തോൽവി പോലും അറിയാത്ത രാജാവെന്ന് കേൾക്കുമ്പോൾ അവിടെ ദാവീദ് എന്ന പേര് വരുന്ന ദാവീദ്. രാജാവെന്ന് കേട്ടാൽ വേറൊരു മുഖമില്ല, ദാവീദിൻ്റെ മുഖമേ ഉള്ളൂ. അങ്ങനെ രാജാവെന്നൊരു കൊച്ചു കുഞ്ഞ് കേട്ടാലും ദാവീദിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിൽ വരുന്ന വിധം കീർത്തിക്കപ്പെട്ട, ഉയർത്തപ്പെട്ട, വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന, ഉയർന്നുകൊണ്ടിരിക്കുന്ന ദാവീദിനോട് ചോദിക്കുക, ഇത് കഴിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന്. നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്ന മറുപടി ഈ പുരോഹിതന്? നീ ആരോടാണ് എന്താണ് പറയുന്നതെന്നുള്ള സാമാന്യ ബോധമെങ്കിലും നിനക്കുണ്ടാകണം എന്നേ ആ രാജാവ് തിരിച്ചു മറുപടി പറയുകയുള്ളൂ. എന്നാൽ ദാവീദ് അങ്ങനെ പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞ മറുപടി, പുരോഹിത, ദിവസങ്ങളായിട്ട് ഞങ്ങൾ യുദ്ധക്കളത്തിലായിരുന്നു. ദിവസങ്ങളായിട്ട് ഞങ്ങൾ യുദ്ധക്കളത്തിലായിരുന്നു, യുദ്ധം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ പോയിട്ട് നാളുകളേറെയായി. ഈവൻ ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് പോലും ശയിച്ചിട്ടില്ല. ഞങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമാണ്, അപ്പമെടുത്തു തന്നാലും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എല്ലാ യുദ്ധവും ജയിച്ചു നിൽക്കുന്ന ദാവീദ്, ഈ ദാവീദ് തിന്മ ചെയ്തിട്ടും പാപത്തിലേക്ക് വീണു പോയിട്ടും ദൈവം തള്ളിക്കളയാതിരുന്നതിൻ്റെ പൊരുൾ എന്താണെന്നറിയാവോ? അനുതാപത്തിനും അപ്പുറം ദാവീദിൻ്റെ എളിമയായിരുന്നു. ദാവീദിൻ്റെ എളിമ കൊണ്ടും മാത്രമാണ് ദാവീദ് രക്ഷിക്കപ്പെട്ടത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ എളിമ കാണുന്ന ഒരിടവായത്. ഈ പുരോഹിതൻ്റെ മുൻപിൽ നിന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കയർത്ത് സംസാരിക്കാമായിരുന്നു. ദാവീദ് അങ്ങനെ കയർക്കാൻ പോയില്ല, മറിച്ച് എളിമപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ദീർഘനാളായി യുദ്ധക്കളത്തിലായിരുന്നു, ഞങ്ങൾ ഭവനങ്ങളിൽ പോയിട്ടില്ല, ഞങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമാണ്, അപ്പം തന്നാലും. അപ്പോൾ അബിയാദർ അല്ലെങ്കിൽ ആ പ്രധാന പുരോഹിതൻ അപ്പമെടുത്ത് ദാവീദിനും അനുചരന്മാർക്കും കൊടുത്തു. എത്ര അപ്പമുണ്ട്? 12 അപ്പം. എണ്ണിപ്പറക്കിയെടുത്താൽ 12 ഉള്ളൂ, ഉറപ്പാ.
ഈ 12 അപ്പം യുദ്ധക്കളത്തിൽ നിന്ന് വന്ന ദാവീദും കൂട്ടനും കഴിച്ച് തൃപ്തരായെന്ന്. 12 അപ്പം ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വന്ന ദാവീദും ദാവീദിന്റെ പടയാളികളും ഈ ബലിപീഠത്തിലിരുന്ന 12 അപ്പം എടുത്ത് കഴിച്ചപ്പോൾ തൃപ്തരായെന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളപ്പെടുത്തൽ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇതൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ 12 അപ്പം ഒരു വലിയ സൈന്യവ്യൂഹത്തിന് ഈ 12 അപ്പം എന്താകാനാ? 5 അപ്പം 5000-ങ്ങൾക്ക് എന്തെങ്കിലും ആയെങ്കിൽ ഈ 12 അപ്പം ഈ സൈന്യത്തിനും എന്തെങ്കിലും ആകും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകം ഇവിടെയും ദാവീദ് എന്ന രാജാവിനെ നമ്മൾ കാണുന്നു, ഒപ്പം അബിയാതർ എന്ന പുരോഹിതനെയും കാണുന്നു. അബ്രഹാം എന്ന തിരഞ്ഞെടുക്കപ്പെട്ടവനെ നമ്മൾ കാണുന്നു, അവൻ്റെ ഒപ്പം മെൽക്കീസദേക്ക് എന്ന പുരോഹിതനെ നമ്മൾ കാണുന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ വേദപുസ്തകത്തിൽ പലയിടത്തും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകം ഇങ്ങനെ നമുക്ക് കാട്ടിത്തരുമ്പോൾ അതിൻ്റെ സൈഡോട് ചേർത്ത് ഒരു പുരോഹിതനെ കൂടെ ദൈവം കാണിച്ചു തരും. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. ഏലിയായുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. മലമുകളിൽ പോയി, കാർമൽ മലയുടെ മുകളിൽ പോയി ബലിപീഠമുണ്ടാക്കി, ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ വെച്ചു. ഏലിയ ഒരേ സമയം പുരോഹിതനും പ്രവാചകനുമായിരുന്നു, രാജാവായിരുന്നില്ല. അവൻ പുരോഹിതൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ വെച്ചു ഏലിയ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. പുരോഹിതനായിരുന്നു എന്നതിൻ്റെ തെളിവാണത്. ഏലിയ തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ ഏലിയാകുന്ന പുരോഹിതനും പ്രവാചകനും ബലിപീഠമുണ്ടാക്കുന്നു, ബലിവസ്തുക്കൾ വെക്കുന്നു. സ്വർഗം തുറന്ന് അഗ്നി ഇറക്കി ബലിവസ്തുക്കൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗം തുറന്ന് അഗ്നി ഇറക്കി ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കണമേ. ഈ ഒരൊറ്റ പ്രാർത്ഥന ഒരു പകൽ മുഴുവൻ ബാൽദൈവങ്ങളുടെ പുരോഹിതന്മാർ നിന്ന് പ്രാർത്ഥിച്ചു, അലറി വിളിച്ച് പ്രാർത്ഥിച്ചു, സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. ദൈവം ഉറങ്ങുകയായിരിക്കും, ബാൽദൈവം ഉറങ്ങുകയായിരിക്കും, കുറച്ചുകൂടെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമെന്നൊക്കെ ഇടയ്ക്കൊന്ന് മോട്ടിവേഷൻ കൊടുത്തു. ആര്? ഏലിയ. പക്ഷേ ഒരു പകൽ മുഴുവൻ അലറി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ബാൽദൈവങ്ങളുടെ പുരോഹിതന്മാരുടെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ബാൽദൈവത്തിൻ്റെ കയ്യോ കാലോ കണ്ണോ അനക്കുവാൻ സാധിച്ചില്ല. ബാൽദൈവം ബലി സ്വീകരിച്ചില്ല. ഒരൊറ്റ പ്രാർത്ഥന. സായാഹ്നമായപ്പോൾ, സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഏലിയ പറഞ്ഞു, മതി, നിർത്ത്, ഇനി ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തകർന്നു കിടന്നിരുന്ന ബലിപീഠം പുതുക്കിപ്പണിതു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18, 19, 20 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബലിയർപ്പണവും ബലിയർപ്പണത്തോടനുബന്ധിച്ചുള്ള മറ്റ് സംഭവങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. തകർന്നു കിടന്നിരുന്ന ബലിപീഠം പുതുക്കിപ്പണിതു. ആ ബലിപീഠം 12 കല്ലുകൾ കൊണ്ട് പുതുക്കിപ്പണിതു. 12 ഗോത്രങ്ങളുടെ പ്രതീകമായിട്ട് 12 കല്ലുകൾ. ആ ബലിപീഠത്തിൽ 12 കുടം വെള്ളം കൊണ്ടുവന്നൊഴിച്ചു, ബലിപീഠത്തെ വിശുദ്ധീകരിച്ചു. അതായത് 12 ഗോത്രങ്ങളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് 12 കുടം വെള്ളം കൊണ്ടുവന്ന ബലിപീഠം വിശുദ്ധീകരിച്ചു. ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ വിത്തുകൾ ശേഖരിച്ചു വെച്ചു. എന്താണ് വിത്ത്? ജീവൻ്റെ പ്രതീകമാണ്. ഓരോ ബലിയും ജീവൻ നൽകുന്നതാണ് എന്ന സൂചന നൽകുന്ന ഒരു പണി അവിടെ സംഭവിച്ചു. എന്ത്? ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ വിത്തുകളുണ്ടായിരുന്നത്രേ. വിത്ത് ജീവൻ്റെ പ്രതീകമാണ്. ജീവൻ്റെ പ്രതീകമായിട്ടുള്ള വിത്ത് ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. അടുത്തത് എന്താണ് പറയുന്നത്? ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്നും ചാലുകീറി ജലമൊഴുകി. ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്നും ചാലുകീറി ജലമൊഴുകുന്നുണ്ടായിരുന്നു. ജലം വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമായിട്ട് ഒരു ബലിപീഠം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയായുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബലിപീഠം ഉണ്ടല്ലോ, ഇത് ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമാണ്. ഇത് ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമാണ്. കാർമൽ മലയുടെ മുകളിൽ കണ്ട ബലിപീഠത്തിൻ്റെ ചുവട്ടിലൂടൊഴുകിയ ജലവും ആ വിത്തും അത് നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ബലിപീഠമായി മാറുന്നത് നമ്മുടെ ദേവാലയങ്ങളിലെ പുരോഹിതൻ ചേർന്ന് നിന്ന് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ബലിപീഠമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഓരോ ബലിയിലൂടെയും നമുക്ക് വന്നെത്തുന്നത് ജീവനും വിശുദ്ധീകരണവുമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ
അപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഓരോ പുതുജന്മം നമുക്ക് നൽകും. നമ്മൾ പുതിയതാകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അത് അനുദിനം ബലിയർപ്പിക്കാൻ വരുന്നവർക്കുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ പുതിയ സ്നേഹം നിന്നെ പുതു സൃഷ്ടിയാക്കുന്നു, പുതുജീവൻ നിന്നിലേക്ക് നൽകുന്നു. ഓരോ ദിവസവും ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പുതിയ സ്നേഹവുമായിട്ട് പുതിയൊരു ജീവൻ നൽകുവാൻ ദിവ്യകാരുണ്യ ഈശോ നിന്നിലേക്ക് ഇറങ്ങി വരികയാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഇത് ബലിപീഠം ജീവൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ഇടമാണ്. ജീവനും വിശുദ്ധീകരണവും ഇവിടെ നിന്നാണ് വരുന്നത്. കാരണം ജീവനേകാൻ കടന്നു വന്ന ക്രിസ്തു മുറിയപ്പെടുന്നത് ഈ ബലിപീഠത്തിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന.